എല്ലാവർക്കും നമസ്കാരം. എനിക്കിന്നൊരു ചക്കക്കണ്ടൽ കിട്ടിയിട്ടുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെടുത്തിട്ട് ഇന്നൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന്. ചക്കക്കണ്ടൽ മുറിക്കാൻ ഞാൻ സാധാരണ എടുക്കൽ ഇതുപോലെയുള്ള പലാക്കത്തി എന്ന് പറയും നമ്മൾ. പലകയിൽ കത്തി ഫിറ്റ് ചെയ്തിട്ടുള്ള ഇത് എളുപ്പമാണ്. വലിയ പഴങ്ങളും പച്ചക്കറികൾ, ചക്ക, കപ്പക്ക ഇതൊക്കെ മുറിക്കാൻ വളരെ സൗകര്യമാണ് ഈ പലാക്കത്തി. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചക്കക്കണ്ടൽ മുറിക്കുന്നത്. ഇത് മുറിച്ച് വെള്ളത്തിലോട്ട് ഇടണം. അപ്പോൾ അതിൻ്റെ വെളിഞ്ഞീറൊക്കെ പോയി നല്ല ഭംഗിയായി കിട്ടും. നമ്മൾ പിച്ചാത്തി കൊണ്ട് മുറിക്കുന്നതിൻ്റെ അത്ര സമയം വേണ്ട. നമുക്ക് ഈ പലാക്കത്തി ഒന്ന് പ്രാക്ടീസായി കിട്ടണം. അപ്പോൾ പിന്നെ കുറച്ചുകൂടി എളുപ്പമാണ് പലാക്കത്തി കൊണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട്. ഈ പലാക്കത്തീൻ്റെ പലകയുടെ മുകളിലിരുന്നിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. ഇതൊക്കെ നമ്മളൊരു പഴയകാല ഓർമ്മകളാണ്. ഈ പലാക്കത്തിയൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക ചെയ്യുന്നത്. നമ്മുടെ കണ്ടൽ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്, നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുക്കറിൽ ഒരു വിസിലടിച്ചെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു കുക്കറിൽ ഒരു വിസിൽ വരുത്താം. ഇതൊരു വിസിൽ വന്നു. എന്നിട്ട് അത് തണിയാൻ വയ്ക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ കുക്കർ തുറന്നു. ചക്കക്കണ്ടൽ ഇതാ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മറ്റ് ചേരുവകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നോക്കാം. ഒരു ഉരുളി എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം കടുക് വറക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന്, മുളക് ഒക്കെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അത് ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്തിട്ട് നന്നായി ഇളക്കുക. ഉള്ളി അതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കണ്ടലിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കണ്ടൽ നമുക്കിതിലോട്ട് ചേർക്കാം. കണ്ടൽ അധികം വെള്ളമില്ലാതെ വേവിച്ചാൽ മതി. അപ്പോൾ വെള്ളം കളയേണ്ട പ്രശ്നമില്ലല്ലോ. വെള്ളം കണ്ടലിൽ തന്നെ വറ്റിച്ചെടുക്കുകയും ചെയ്യാം. ഈ കണ്ടൽ മുറിച്ച് ഇതിനോട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചിരകി ഇതിൻ്റെ കൂടെ ചേർക്കാം. നമ്മുടെ ചക്കക്കണ്ടൽ ഉപ്പേരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ അവൈലബിൾ ആകുന്ന സീസണലായിട്ടുള്ള ഇതുപോലത്തെ കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള പലഹാരങ്ങളും ഇതുപോലെയുള്ള ഉപ്പേരികളൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അത് വളരെ ഹെൽത്തിയാണ്. എല്ലാവർക്കും ഈ ചക്കക്കണ്ടൽ ഉപ്പേരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്